ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു ബ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചേട്ടന്റെ പനിയൊക്കെ മാറി ഉഷാറായിട്ട് ഇപ്പം പിന്നെ ഇച്ചിരി ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ചുമയും ചെറിയ ശ്വാസം മുട്ടലും ഉള്ളൂ. അതെ, ചുമ മാറണമെങ്കിൽ 1 മാസമൊക്കെ പിടിക്കും. ചുമ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് എന്റെ മുഖത്തിന് വല്ല വ്യത്യാസം ഉണ്ടോ, നല്ലതാണോ ഏതാന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടോ. ചേട്ടായുടെ മുഖം റെഡി ആക്കിയേക്കുന്നത് ഞാൻ സ്വന്തം. താടി മുടി എല്ലാം വെട്ടി ഡൈ ഒക്കെ ചെയ്യും. പനിയെ മാറുമ്പം നമുക്ക് ഇതെല്ലാം മുടിയൊക്കെ വെട്ടി കുളിക്കുന്ന ഒരു സമ്പ്രദായം പണ്ടേ ഉണ്ട്. ആണോ? പണ്ട് പനി പിടിച്ചു കഴിയുമ്പം നമുക്ക് മുടി വെട്ടി, പനി പിടിക്കുമ്പോൾ മുടി വെട്ടത്, പനി പോയി കഴിഞ്ഞാൽ മുടി വെട്ടി ഒന്ന് കുളിക്കും. ഇപ്പൊ ഞാനെന്നും കുളിക്കുമായിരുന്നു. ഇന്നലെ കടയിൽ ചെന്നപ്പോ കണ്ണൻ പറഞ്ഞു കുളിക്കുകയും ചെയ്യണ്ട, 2 ദിവസത്തിന് തണുപ്പൊന്നും അടിക്കാതിരിക്കേ. ഞാൻ കുളി കഴിഞ്ഞിട്ടാടാ വന്നത്. രാവിലെ ആശുപത്രിക്ക് വന്നിട്ട് ചേട്ടായി കുളിച്ചിട്ടാ പോയത്. ചേട്ടായി കുളിക്കാതിരിക്കുന്നു ഒരിക്കലും കേട്ടോ. അതെ, കുളിക്കുമ്പോഴാണ് ശരീരത്തിന് ഒരു ശരിക്ക് കുളിക്കണം. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കണം. പനി വരുമ്പോ കുളിക്കാതെ ഒരിക്കലും ഇരിക്കരുത്. സത്യം, അതാണ് എന്റെ ഇത്. ഒരു എനർജി കിട്ടത്തുള്ളൂ. പനി വരുമ്പോ എല്ലാം പിന്നെ നമ്മളെ ക്ഷീണം കൊണ്ട് അങ്ങ് പിന്നെയും തളർന്നു പോകത്തുള്ളൂ. അപ്പൊ ഇന്ന് ചേട്ടായിയാണ് എന്നെ ഇത് ചെയ്തേക്കുന്നത്. നോക്കി ചന്ദനം സിന്ദൂരം കുളിച്ച് കഴിഞ്ഞിട്ട് ചന്ദനം എടുത്തേക്ക് തൂത്ത്. പനിയൊക്കെ മാറിയില്ലേ, അനുഗ്രഹിച്ചല്ലോ. തൂത്തു. നേരത്തേക്ക് പറഞ്ഞ എന്റെ നെറ്റിലൂടെ തൂത്താക്കുമ്പോൾ ഞാൻ അങ്ങനെ തൂത്തതാണിത് കേട്ടോ. തൂത്ത്. അപ്പൊ എന്റെ ദൈവമേ മതി, എന്റെ തലയിലുള്ള ബാധകളും ഇറങ്ങട്ടെ. അത് ഭഗവാന്റെ അടുത്ത് നിന്ന് പിന്നെ എന്തേലും അർച്ചനയൊക്കെ കഴിപ്പിച്ചതിന്റെ പ്രസാദം കൊണ്ട് വെച്ചേക്കുന്നതിനാണല്ലോ ഇത് തൊടുന്നത്. അപ്പൊ എല്ലാ ബാധയും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്റെ ദൈവമേ. അപ്പൊ ഇന്നത്തെ നമ്മളൊരു സന്തോഷ വീഡിയോയിലോട്ട് പോകാല്ലേ. വീടിന്റെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ എല്ലാം വെള്ളമാണ് കേട്ടോ. ഇതുണ്ടോ? ഇതേതെവളാ നീ എന്നാ തൂമ്പാപ്പണിയാണോടി? ഞാൻ 5-6 പയറുണ്ട്, അത് പറിച്ചെടുക്കാന്ന് ഓർത്ത് വന്നതാണേ. ചേട്ടാ ഇവിടെ വന്ന് ഇപ്പുണ്ടെന്ന് ഇതൊന്ന് പിടിച്ച് നോക്കട്ടെ, എന്തായാലും ഉണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല. നോക്കാം, ഉള്ളത് പറിച്ചെടുക്കാം, വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. മൂത്ത് പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ലേ. അപ്പോൾ അത് ഉള്ളത് പറിച്ചെടുക്കുകയാണെങ്കിൽ ഇലമറവി കിടക്കും. ഇലമറവി കിടക്കും. അല്ല, അങ്ങനെ കിടക്കുന്ന 1-2 മൂത്ത് കിട്ടിയാൽ മതിയായിരുന്നു. എന്നാന്നോ നമുക്ക് വിത്തിനിടാനായിട്ടൊക്കെ ഇതൊക്കെ ചേർക്കാം. പിഞ്ച് പറിച്ചിട്ടും കാര്യമില്ല. തീരെ പിഞ്ച് പറിച്ചാലും ഇതാകത്തില്ല. ഒരുമാതിരി അത്യാവശ്യം വിളഞ്ഞത് വേണം പറിക്കാൻ. ഇതുണ്ടോ? ഇത്രയും മീൻസ് കിട്ടി കേട്ടോ. 2ാമത്തെ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം പറിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചല്ലേ. ഇത് എന്തേരം കാണിച്ചേട്ടായി? 1/2 കിലോ ഉണ്ടോ? 1/2 കിലോ ഉണ്ടോ? 1 കിലോ കൂടുണ്ടോ? ആണോ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചത് ഇതിന്റെ ഏകദേശം അടുത്തുണ്ട്. അത്ര ഇല്ലെങ്കിലും ഏകദേശം ഉണ്ടായിരുന്നു. തല മുങ്ങിയപ്പോഴത്തേനും കൊതുക് വാറ്റും എടുത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചുക്കിരി കണ്ടു, എട്ടുകാലി കുഞ്ഞ് കണ്ടു, അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടെന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് കുമ്മായ ചേച്ചിക്ക് കൊടുക്കാം. 2-3 ദിവസത്തെ ക്ഷീണവും പരിപാടിയൊക്കെയായിരുന്നു, പനിയൊക്കെയായിരുന്നു. അതെ, ഇപ്പൊ പനിയൊക്കെ മാറി നമ്മള് ഉഷാറായി, പവറായി. അതെ, 2 ദിവസം റെസ്റ്റ് എടുത്തു അല്ലേ? 2 ദിവസം ഫുള്ള് റെസ്റ്റ് എടുത്തു. അതെ അതെ, എത്രയാണേലും അന്തസ്സതായി അവര് പണി ചെയ്ത് ഇങ്ങനെ മൃഷ്ടാണ് ഫുഡ് അടിക്കണേ. എന്നാ കഷ്ടപ്പെട്ട് അത്രേ ഉള്ളൂ. അതിപ്പോ പനിയും കിനിയൊക്കെ അത് ഇമ്മ്യൂണിറ്റി എനിക്കൊരു മാസം, ഒരു വർഷത്തിൽ 2 പനി വരും. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കൂട്ടുന്ന ഒരു പനി. അതെ അതെ അതെ. അതല്ലാതെ നമുക്ക് ഇങ്ങനെ എനിക്ക് എല്ലാ 12 മാസവും എനിക്ക് അസുഖം ഒന്നുമില്ല. പിന്നെ ശ്വാസം മുട്ടും പ്രായത്തിന്റെ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ട്. ശ്വാസം മുട്ടലും ബി പി അത് കണ്ടുപോലുള്ള അതെ, അതില്ലാത്തൊരു ആരാ മനുഷ്യരുള്ളത്. ശ്വാസം മുട്ടുണ്ട്. ശ്വാസം മുട്ടെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ കടന്ന് കഷ്ടപ്പെട്ട പൊടിക്കാത്ത കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ശ്വാസം മുട്ട് ഉണ്ടായത്. അതെ, അല്ല എനിക്ക് ശ്വാസം മുട്ടൊന്നും എനിക്കില്ലായിരുന്നു. അതെ അതെ. പണ്ട് ഞങ്ങൾ സംഘമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നേ.
ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ കാശുള്ളവരുടെ അസുഖമാണ്. അതൊന്നും ഇല്ലാത്തവർക്ക് ഒരു ഇതില്ലത്, വിലകേടാണ്. പക്ഷെ ദൈവത്തെ കാഴ്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ട്. പിന്നെ ഞാൻ വായിച്ചിട്ടുമുണ്ട് ഈ പറഞ്ഞ കണക്ക് ഇമ്മ്യൂണിറ്റി പവർ, നമുക്ക് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാണെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ശരീരം പനിക്കണമെന്ന്. പനിയൊരു രോഗമല്ല. പനിയൊരു രോഗമല്ല. പനി എന്ന് പറഞ്ഞ രോഗമല്ല. പനി എന്ന് പറയുമ്പോൾ ഒരു രോഗലക്ഷണം. അതെ, അത് നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് മാറിക്കും. അടുത്തൊരു നമുക്ക് ഏതോ ഒരു അസുഖം വരാൻ പോകുന്നു, അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് നമുക്ക് പനി. പനിയാണ് ചികിത്സിച്ചാൽ. അപ്പൊ നമ്മൾ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ബ്ലഡൊക്കെ പരിശോധിച്ച് നോക്കി ഇനി ഈ കോവിഡ് ഉള്ളത് കൊണ്ട് കേട്ടോ, പക്ഷെ ഒരു പ്രശ്നവും നല്ല ഉഷാർ. ഇഞ്ചക്ഷൻ എടുത്ത. അതെ. അപ്പൊ ഇന്നലെ വരെ നമ്മള് കഞ്ഞിയായിരുന്നു. ഇന്നലെ വരെ നമ്മള് കഞ്ഞി പേറുമായിരുന്നു. ഇമ്മ്യൂണിറ്റി പവർ എനിക്കുണ്ട്. എനിക്കിപ്പോ പ്രായം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒത്തിരി താന്നു. 61 വയസ്സായി. 61 വയസ്സായിട്ട് ചേട്ടാ ഇങ്ങനെ ചുള്ളനെപ്പോഴൊക്കെ നടക്കാവോ? ഡൈ ചേട്ടായി പോയി. അത്രേ ഉള്ളൂ. അപ്പൊ ഡൈ ഒക്കെ ചെയ്ത് വിടുക്കം കൂട്ടനായിട്ടിരുന്നു. അതെ. അപ്പൊ സെറ്റപ്പ് കൂട്ടപ്പനാകും. അതൊന്നും കണ്ടിട്ട് ആരും വിഷമിക്കണ്ട, എല്ലാവരും പ്രാർത്ഥിക്കാം. അതെ 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 അതെ. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതേവിടക്കൊക്കെ നടക്കാനും ഇതേവിടെ ശരിക്കും പനിയൊക്കെ വന്നാൽ ഒരാഴ്ചയൊക്കെ അവിഞ്ഞു കുത്തി കിടക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതലും കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അയ്യോ പനിയാണേ, അവശതയായി, ഒരാഴ്ചയായി, 7ാം പൊക്കമായിട്ട് ഞങ്ങൾ എണീറ്റിട്ടില്ല സിന്ധു, അങ്ങനെ ഇങ്ങനെയാന്ന് പറയുന്നവരെ ഫാമിലി എന്ന് വെച്ചാൽ എല്ലാവർക്കും മാറി മാറി വന്ന അവശതയാണെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ 1-2 ദിവസം കൊണ്ട് നമ്മളെ ദൈവം ഓക്കെ ആക്കുന്നുള്ളൂ. അതിന്റെ കാര്യമാണ്. ചൊവ്വാഴ്ചയാണ് ഞാൻ പോയത്. അതെ. 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 അപ്പൊ എന്നാന്നറിയോ, അതിന്റെ ഒരു കാര്യം എന്നാന്നറിയോ, മനസ്സിലൊരു ശകലെങ്കിലും നന്മയുള്ളവരെ ദൈവം അങ്ങനെ ഇങ്ങനെ ഇട്ടു കഷ്ടപ്പെടുത്തിയല്ല. ഉറപ്പായ കാര്യമാണ്. ചേട്ടയുടെ നല്ല മനസ്സിന്റെ കൊണ്ട് ചേട്ടായി പെട്ടെന്ന് പറയാം. അത് തന്നെയല്ല, എനിക്ക് എന്നെ കെട്ടിയവനാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ആ പുള്ളി പണിയാൻ പോയാലേ എനിക്ക് കഞ്ഞി കിട്ടത്തുള്ളൂ. ആരോഗ്യമായിട്ട് എടുത്തു തരുന്നാലേ എനിക്ക് ചേട്ടായി അത് വേണം ഇത് വേണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഉറപ്പ്, ഒരു ആണിന്റെ കൈക്കരുത്ത് ഒരു ബലം എന്ന് പറഞ്ഞാൽ അതൊരു ബലം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവസ്ഥയാണ്. കാരണം അതില്ലാതെയും ഞാൻ കുറേ നാൾ ജീവിച്ചു, അതുണ്ടായും ജീവിക്കുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ചേട്ടായുടെ ഒരു ബലം തന്നെയാണ്. ചേട്ടാടെ എന്നാ പറഞ്ഞത്, ചേട്ടായി തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു ബലമാണ്. അതെ അതെ അതെ. അതാണ് ഭാര്യ. അതെ. സംരക്ഷിക്കണം. അല്ല, നമ്മളെ സംരക്ഷിക്കുന്ന ആളെ നമ്മളും ശ്രദ്ധിച്ച്. അതെ. പൂഹവാതുക്കൽ അതെ പൂതനയൊന്നും ആകരുത് അല്ലേ ചേട്ടായി? പൂതനയാകുന്ന ഭാര്യമാരെ നമുക്കറിയാം. അതെ. ഭാര്യ ഭർത്താവ് ഒരു മരമാണ്. അതെ. മരം കണ്ട് പൊടി കിടന്നു പറയും. മരം കണ്ട് പൊടി കിട്ടിയില്ലെങ്കിൽ മരം മറന്നു പോകും. അതെ, സത്യം. അപ്പൊ ഓരോ ഇതിനും ഓരോ കാര്യങ്ങളുണ്ട്. ചുമ്മാ അല്ല മറ്റേ പഴയ കാലത്ത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കാം വാക്കുകൾ. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റിയ എന്തിനാ ഒരു പെട്ടെന്ന് ഒരു കമ്പനി ഇങ്ങനെ വരുവാ. നമ്മള് എന്തിനാ കമ്പനി കണ്ണടയ്ക്കുന്നത്? നമുക്ക് ഇന്നിപ്പോ കമ്പ്യൂട്ടറിനകത്തുണ്ട്. അന്ന് നമുക്ക് കണ്ണടയ്ക്കുമ്പം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിക്ക് ഒരു ഷട്ടറായിരുന്നു. അതെ. ഒരു പൊടിയും വീഴാതിരിക്കാനും അതിനകത്ത് പൊടിപടലം വീഴാതിരിക്കാനും നമ്മുടെ പിരിയും. നമ്മുടെ കണ്ണോട്ടൊരു ഒരു പൊടിയോ കാര്യങ്ങളോ തിറാതിരിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു അരിപ്പ വെച്ചിരുന്നു. അതെ. ഈ അരിപ്പയെ കൂടെ തട്ടിയിട്ട് വേണം നമ്മുടെ കണ്ണി കറിയണം. കാരണം നമ്മുടെ കണ്ണി പെട്ടെന്ന് നമ്മൾ കണ്ണടയ്ക്കും. എന്നാലും നമ്മുടെ കൈ കൊണ്ടൊന്നും കണ്ണടയ്ക്കില്ല. കണ്ണിന് ഒരു ഷട്ടറുണ്ട്. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ നോക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കറങ്ങി നോക്കണ്ട. അതെ. കണ്ണിലെ കൃഷ്ണമണി കണ്ണിലെ കൃഷ്ണമണി ചലിപ്പിച്ചാൽ മതി. അത്രയും നല്ല ഇതായിട്ടാ ദൈവം നമ്മളെ ജനിപ്പിച്ചേക്കുന്നത്. ആ ശരീരം വെച്ച് നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മുടെ വാഴയുടെ മേളിൽ മൂക്കുണ്ടാക്കിയത്. അതെ. വാഴയുടെ മേളിൽ മൂക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭക്ഷണം ചീത്തയാണോ കെട്ടതാണോ മണത്ത് നോക്കും. അതെ. മണം അറിഞ്ഞിട്ടേ വയലോട്ട് പോകത്തുള്ളൂ. കഴിക്കാൻ പറ്റും. അത്രയും മൂക്കും വേറെ എവിടെയെങ്കിലും പിടിപ്പിച്ചാൽ മതി. അതെ. അപ്പൊ നല്ലതിന് എല്ലാത്തിനും 2 ദ്വാരങ്ങളുണ്ട്. അതെ. കണ്ണിനും ചെവിക്കും മൂക്കിനൊക്കെയാണ് 2 ദ്വാരങ്ങളുണ്ട്. അത് ദൈവ സൃഷ്ടിയാണ്. ഇപ്പൊ അത് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് പണ്ടത്തെ കൊണ്ട് പണ്ട് മറ്റേ മഹർഷിമാരിലൊക്കെ കാര്യങ്ങളൊക്കെ അവരുടെ ഓരോ വാക്കുകൾ ഇപ്പം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കമ്പ്യൂട്ടറൊന്നും ഒന്നുമല്ല. സത്യം. അപ്പൊ എന്തായാലും ഇതൊക്കെ ദൈവം തന്നേക്കുന്നത് എന്തിനാണെന്നറിയോ? നല്ലതിനെ ഉൾക്കൊള്ളാനും ചീത്തേനെ തള്ളിക്കളയാനുമാണ്. ഇപ്പൊ മൂക്ക് വന്നു സ്മെല്ലടിച്ച് ചീത്തയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ
ഉപേക്ഷിക്കണം. നല്ലതാണെങ്കിൽ കഴിക്കണം, നല്ലതാണെങ്കിൽ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ കാര്യം. നമുക്ക് കേരളത്തിലും എല്ലായിടത്തും സംസ്കാരങ്ങളുണ്ട്. സംസ്കാരം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താ? സംസ്കാരം എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതിനെ തള്ളിക്കളയുക, വേണ്ടെന്നെ എടുക്കുക. വേണ്ട നമ്മുടെ സംസ്കാരം വേണ്ടാത്തതിനെ തള്ളിക്കളയുക. ഇപ്പൊ ഞാൻ ഒരാൾ മരിച്ചു, മരിച്ച ബോഡി നമുക്ക് വേണ്ട, അതിന് നമ്മൾ മണ്ണിലോട്ടോ തീയിലോട്ടോ ചടങ്ങുകളെല്ലാം കൂടി അവരെ കൂടി ചെയ്യും. പിന്നെ അങ്ങനെ മക്കൾ വന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പന്റെ ATM കാർഡ് ഉണ്ടോ, അപ്പന്റെ മറ്റേ ഉണ്ടോ മറിച്ചുണ്ടോ എന്ന് നോക്കും. അത് വേണം എടുക്കുന്നത്. അതാണ് സംസ്കാരം. ശവസംസ്കാരം എന്ന് കേട്ടിട്ടില്ലേ? വേണ്ടാത്തതിനെ നമ്മൾ കത്തിച്ചോ, സത്യമായ കറക്റ്റായ കാര്യം അല്ലേ? എന്ന് പറഞ്ഞ നമ്മൾ വേണ്ടതിനെ മാത്രം ഉൾക്കൊള്ളുക, വേണ്ടാത്തതിന് നമ്മള് അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലം കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ അങ്ങനെ തന്നെ മുമ്പോട്ടേക്ക് ഒരു പരിധി വരെ എനിക്ക് അഭിമാനിക്കാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ഭാര്യ ചേട്ടായി പറഞ്ഞതിലുപരി എൻ്റെ മനസ്സിൽ എനിക്കുണ്ട് എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തിയെടുക്കണം, എൻ്റെ ഭർത്താവിന് ആവി വെച്ച് കൊടുക്കണം, അല്ലെ എൻ്റെ ഭർത്താവിന് ചൂടുവെള്ളം കൊടുക്കണം, തക്ക സമയങ്ങളിൽ മരുന്ന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. പിള്ളേരും എന്റെ കൂടെ വന്നേ പിന്നെ മനുഷ്യരെ സത്യം സത്യമായി ഒരാഴ്ച 2 കിലോ അച്ഛൻ മടിക്കല്ല, ഒരു 1 കിലോ അച്ഛൻ മടിക്കെല്ലാം വേവിച്ച് കൊടുക്കെങ്കിലും പോലും എന്റെ കൂടെ വന്നപ്പോഴാണ് അവര് സന്തോഷം എന്നാണ്. അതെ, ജീവിതവും സന്തോഷവും സമാധാനവും സ്നേഹം എന്നാന്ന് അറിയിക്കുന്നത് ചേട്ടാനോട് വന്നതിന് ശേഷം. എന്റെ അമ്മയാണ് ശരി, എല്ലാവരുടെയും സ്നേഹം അറിഞ്ഞ് ജീവിക്കാൻ ഒരു അവസരം കിട്ടി. അനുഭവിക്കാൻ ഒരു അവസരം കിട്ടാത്തത് എന്റെ അച്ഛൻ്റെ മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ, ബാക്കി എല്ലാ സൗകര്യങ്ങളും അതുപോലെ ചേർത്ത് പിടിച്ചു. സത്യം അതെ അതെ. അപ്പൊ എന്നാ പറഞ്ഞാലും പഴയതൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാനും ചേട്ടാക്കളാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കേണ്ടത് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ചേട്ടായി ഞാനോട് കടയിൽ നിന്ന് വൈകിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 1 മണിക്കൂർ നേരം ഞാൻ നമ്മുടെ വീട്ടിൽ അംഗമാണ്. ഡാൻസായി, പാട്ടായി, കൂത്തായി, മേളാങ്കമായി. അതൊക്കെ പഴയ ഓൾഡ് മെമ്മറീസ്, നല്ല മെമ്മറീസ്. അതെ, നമുക്കൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും അത് ഷെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കാന്താരി ആയിക്കോട്ടെ, നമുക്കതേ നമ്മുടെ മുറ്റത്തുള്ള അതെ ഉണ്ടാകത്തുള്ളൂ. നമുക്കൊരു എന്നാ സാധനമാണെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ദൈവം ഏതേലും വഴിയെ തരും എന്നുള്ളത് 100% ഉറപ്പ്. അതെന്റെ ജീവിതത്തിലൂടെ നിങ്ങൾ എല്ലാവരും കാണുന്നത് അല്ലേ. ഒരു ചായ പോലും മേടിച്ചു ഒരാൾക്ക് കൊടുക്കാത്ത ഒരു ദിവസം ശമനം കിട്ടിയേ മഴയ്ക്ക്. ഇപ്പം വീണ്ടും ഭയങ്കര പെരുമഴയായി. ഇന്നേതായാലും കറണ്ട് ഇതുവരെ പോയിട്ടില്ല. പക്ഷെ രാവിലെ തന്നെ ഇടയല്ല എമർജൻസി എല്ലാ സാധനം ഓടുന്നത് കുത്തി ചാർജാക്കി വെച്ചു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടർ 2 പ്രാവശ്യം അടിച്ചു. എന്നാന്ന് വെച്ചാൽ വെള്ളം അങ്ങനെ ഇല്ലാണ്ടായി പോയാറുള്ളത്. പക്ഷെ മഴക്കാലത്ത് പിന്നെ ഒരു ഗുണമുണ്ടാകും. വെള്ളം നമുക്ക് പ്രശ്നമില്ല, നല്ല വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് 3 ജാറിൽ അത് നിറഞ്ഞു കിടക്കും. അതുകൊണ്ട് പിന്നെ വെള്ളത്തിന്റെ ഒരു പ്രശ്നം. നമ്മൾ ജാറ് കഴുകി വെക്കുന്നുണ്ട്, നല്ല വെള്ളം കുഴപ്പമില്ല. അതല്ല ഇനിയിപ്പോ നമുക്ക് കുടിക്കാനാണെങ്കിലും നമുക്ക് അരിച്ചെടുക്കാം. ജാറും കൂടെ മാറ്റി വെച്ച് അരിച്ചെടുക്കാൻ സൂപ്പർ വെള്ളമായിട്ട് കിട്ടും. പണ്ടൊക്കെ മഴവെള്ളം ബാലി ഇങ്ങനെ കെട്ടി വെക്കലായിരുന്നോ, ഒരു ഓലയുടെ തുഞ്ചാടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വെള്ളം പിടിച്ചെടുക്കുമായിരുന്നു. അല്ലെ വെള്ളം കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെ മുറ്റത്ത് 4 കമ്പ് കുത്തിയിട്ട് വെക്കുമായിരുന്നു. മഴവെള്ളത്തോളം നല്ല ശുദ്ധമായ വെള്ളം എന്നാ വെള്ളം അല്ലേ. അപ്പൊ അത് നല്ല വെള്ളമൊക്കെ. പക്ഷെ വെള്ളത്തിന് പേടിക്കണ്ട. എന്നാലും നമ്മൾ ഈ വെള്ളത്തിനെ പേടിക്കേണ്ട എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ഉപ്പാറയ്ക്കടുത്ത് കോതപാറ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഈ കോതപാറ എന്ന് പറയുന്ന സ്ഥലത്ത് 4 പേര് ജീപ്പേ വന്നു, ടൂറിസ്റ്റായിട്ട് വന്നു. അവർ വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ട് അവർ സെൽഫി എടുത്തോണ്ടിരിക്കുകയായിരുന്നു. വെള്ളത്തിനകത്ത് അവിടെ ആ തള്ള പറഞ്ഞു കേട്ടി ഇവനെയൊക്കെ പിടിച്ച് ഇവനെയൊക്കെ ചെവിക്കൽ തീർത്ത് കൊടുക്കും. അത് സത്യമായ കാര്യമാണ്. അത്ര അഹങ്കാരം പിടിച്ചവന്മാരാ വെള്ളത്തിൽ പോയി നാട്ടുകാർ വലിച്ചു കയറ്റി. എൻ്റെ അഭിപ്രായത്തിൽ പോകണം, ഞാൻ പറയുന്ന പോട്ടേ നോക്കണം. അതുപോലൊരു സാഹചര്യത്തിൽ വെള്ളത്തിൽ പോകുമ്പോൾ നമ്മളെപ്പോലെ ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് നോക്കിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഇതൊക്കെ ഒരു അഹങ്കാരത്തിൻ്റെയും അവിവേകത്തിന്റെ ഒരു ബുദ്ധിയായി കാണിക്കുന്നത്. അതും എത്ര മഴക്കാലം കുത്തി ഒലിച്ചു വരുന്ന തോടാ. അതിനകത്തൂടെ സാധാരണ വെള്ളം ഇല്ലെങ്കിൽ റോഡ് കയറിപ്പോവും. നമ്മുടെ ഇവിടെ ഈ തോട്ടിൽ കൂടെ ആറ്റുകൂടെ ഒക്കെ വെള്ളം കയറി പോകുന്ന വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ കാണിക്കുന്ന അന്യായമാണ്. എന്നിട്ട് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളെ സർക്കാരിനെയോ അല്ല പഞ്ചായത്തിനെയോ ഭരണസമിതിയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം. നമ്മുടെ കയ്യിലിരിപ്പല്ല, കയ്യിലിരിപ്പാണ് ശരിയാകണം. എന്തോരം മരണമാണ് നടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് വല്ല കാര്യം ഭയങ്കരമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് സംഗതി, കുമാരക്കടുത്ത് തന്നെയാണ് സംഗതി. പിന്നെ ഇവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ, ഇതിന്റെയൊക്കെ പുറകെ പോലീസുകാരും കാര്യങ്ങളും പത്രമാധ്യമങ്ങളെല്ലാം നിൽക്കട്ടെ, ഫോട്ടോയും ക്യാമറയും ഒക്കെ ആയിട്ട് നിൽക്കണ്ടേ. അതെ അതെ സത്യം. ഇന്ന് ഒരു ന്യൂസ് ഞാൻ കണ്ടേ, വേറൊരു ന്യൂസാണ്, അത് പറയാനായിട്ട് പറ്റത്തില്ല, അത് ഞാൻ കൊണ്ട് വീഡിയോക്കകത്ത് പറയുന്നില്ല. പക്ഷെ
കോഴിക്കോട് നിന്ന്. എൻ്റെ ദൈവമേ, ഈ നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലീസുകാരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേടിയോ ബഹുമാനമാണ് അല്ലേ? പേടിയുണ്ട്, അതിന് അപ്പടി ബഹുമാനമുണ്ട്. ഒരു സാറിനിട്ടൊക്കെ ഇട്ടടിക്കുന്നു. കുറേ പോലീസുകാരും കുറേ ആൾക്കാരും എല്ലാം കൂടി നിന്ന് ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കുക. അപ്പോഴത്തേനും പോലീസിനിട്ട് വരെ അടിക്കുക. അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ എന്നാ പേടിയുള്ള? നാട്ടിന് പേടിയില്ലാതെ പോയതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ലഹരിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഒരു ബ്രാൻഡി അടിച്ചാലോ കള്ളടിച്ചാലോ ഇതുപോലെ ലഹരി ശരീരത്തിൽ കയറത്തില്ല. എല്ലാവരും അത്യാവശ്യമൊക്കെ കഴിക്കും. ഞാനും മദ്യം കഴിക്കുന്നില്ല. നമുക്ക് മദ്യം കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയബോധം നഷ്ടപ്പെടുത്തില്ല. ചിലപ്പം ഒന്ന് ഉറങ്ങാൻ മാറും. അതല്ലാതെ ഇങ്ങനെയുള്ള അമ്മയല്ല പെങ്ങളല്ല ഇവരാരാന്നും നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്തൊരു സാഹചര്യം ഇന്ന് വരെ ഉണ്ടാകത്തില്ല, ആർക്കും ഉണ്ടാകത്തില്ല. ഇപ്പം ലഹരിയിൽ വെച്ചാൽ അതിലൊക്കെ കൂടിയ ലഹരിയാണ് ഇപ്പം പുറത്തിറങ്ങുന്ന വിപണി കിട്ടുന്നതും ഒക്കെ ഉള്ളത്. അതിനെ കുറെയൊക്കെ നമ്മള് ലഹരി വിരുദ്ധതയാണ് കുറെയൊക്കെ ഈ സർക്കാർ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. എങ്കിലും ഇതിനൊന്നും നിയന്ത്രണമില്ല. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കാണുന്നില്ല എന്തോരം ലഹരി ഓരോരുത്തർക്കും പിടിക്കുന്നു. സത്യം. ഇന്ന് ലഹരിയുടെ ആ ഒരു ഇതുകൊണ്ടായിരിക്കും സ്വന്തം അമ്മേനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. 60 വിളിച്ച് കത്തിച്ചു. എന്നോ കേടാന്ന് ഓർത്ത് നോക്കി. സ്വയം മനസ്സോടെ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മനുഷ്യനെ ഒരിക്കലും മദ്യം അടിച്ചിട്ടുള്ള പരിപാടി ആയിരിക്കില്ല. ഒരു മദ്യം വൈകുന്നേരം അടിച്ചു കഴിഞ്ഞാൽ ഒരു പിന്നെ കെട്ടുവിടും. ഇവിടെ 4 മണി വരെ ഒന്നും മദ്യത്തിന് കെട്ട് നിൽക്കത്തില്ല. അത് എത്ര പൂസ അത്ര നമ്മളൊക്കെ ഒരു മര്യാദക്കല്ലേ അടിക്കുന്നവരെ. പിന്നെ ഈ കോളേജിലാണേലും നമ്മൾ ഈ പണി കഴിയുമ്പം എല്ലാവരും കൂടെ കൂടി ചേർത്ത് മേടിക്കും. ഒന്ന് വീതം വെക്കും അടിക്കും. അതേ ഉള്ളൂ നമ്മളെ കുടി. അല്ലാതെ നമുക്ക് അത്ര വലിയ മദ്യപാനമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ മദ്യപാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ രാത്രി പണി, എനിക്ക് പകൽ പണി, രാത്രി പണിക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അടിക്കത്തില്ല ചോദിച്ചാൽ ഞാൻ അത്ര വിശ്വസിച്ചൊന്നുമില്ല. ഞാൻ വെള്ളം അടിക്കുന്നവനാണ്. വെള്ളം അടിക്കുന്ന വെച്ചാൽ നമുക്ക് രമ്പ അടിക്കും. ഇപ്പം കുറച്ച് ദിവസമായി നമ്മൾ നിർത്തി വെച്ചിട്ട് ഈ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം നമ്മൾ അങ്ങോട്ട് കടയിലോട്ട് പോകുന്നുമില്ല. അങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അമ്പ അടിക്കാം. ഞാൻ ഒരു മനുഷ്യനോട്ട് എന്റെ ഇറങ്ങി കിടക്കുന്ന വരെ അങ്ങനെ പറയാനുള്ള ഒരവസ്ഥ വെക്കില്ല. ശരി, ഇനിയിപ്പോട്ടെ ഒരു എന്റർടൈൻമെന്റ് നമുക്കൊരു സുഖം കിട്ടാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ ഒരു പരിധിവരെ സ്ത്രീകളും ഉണ്ട്. വലിയ കൂളായിട്ടാ കുപ്പിയൊക്കെ പിടിച്ചോണ്ട് വന്ന് മദ്യം കഴിക്കുന്ന സ്ത്രീകളായിട്ട് കാണുന്നത്. +2 വിദ്യാർത്ഥികൾ കഴിഞ്ഞ പ്രാവശ്യം കടിച്ചു കണ്ടില്ലേ? +2 വിദ്യാർത്ഥികൾ. അതുപോലെ ഇവിടെ ഈ ആറ്റിന്റെ തീരത്ത് വന്ന് വെള്ളം അടിച്ച പിള്ളേർ, +2 വിദ്യാർത്ഥി നമ്മളിവിടെ ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു. സ്കൂളൊന്നും ഞാൻ പറയുന്നില്ല. പേടിയാവും അതൊക്കെ കേൾക്കുമ്പോൾ. നമുക്കൊക്കെ എന്നെ പിന്നെ ഒരു പേടിയാ എന്റെ ഈശ്വര, എന്നാ പറ്റും എന്നുള്ളൊരു ചിന്ത. ഇപ്പം പക്ഷെ നമുക്കൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും അതുപോലെ സാറുമാരെയൊക്കെ ഒരു ബഹുമാനവും പേടിയൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ല. സാറിനെയില്ല പേടി, വീട്ടിൽ വന്ന അമ്മയില്ല പേടി, അപ്പനെയില്ല പേടി. അങ്ങനെ ജീവിത നിലവാരമായിപ്പോയി നമുക്കിപ്പോൾ. അതാ ഇങ്ങനെ എല്ലാരും അന്ന് ആ ചെറുക്കൻ ആ തള്ളയെ കൊന്നു, പെട്രോൾ ഒഴിച്ച് കൊന്നു. അവനൊന്നും ചിന്തിക്കാൻ പോയില്ല. അവന്റെ അതൊക്കെ നിയമമില്ല. അതൊക്കെ ചിന്തിക്കാൻ പോയില്ല. അവന്റെ മൈറ്റിൽ കിടന്നു എല്ലാവരും അതൊക്കെ നിയമമില്ല. അതൊക്കെ നാളെ 6 മാസം കഴിയുമ്പോൾ അവൻ ഇറങ്ങിപ്പോവും, വേറെ കൂളായിട്ട് ഇറങ്ങിപ്പോവും. അതിനൊന്നും പ്രശ്നമില്ല. അത് നമ്മുടെ ഇന്ത്യ ശിക്ഷാ നിയമം അങ്ങനെയൊക്കെയാണ്. അല്ല അവനെ തൂക്കിക്കൊല്ലാനും വിധിക്കാൻ പോകുന്നില്ല. അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചത്തുപോയി, ആള് ചത്തുപോയി. ഒരാൾക്ക് നല്ലൊരു ശിക്ഷ കൂട്ടിയാ ഇങ്ങനൊന്നും ആകത്തില്ല അല്ലേ? അതുപോലെ ഒരു ശിക്ഷ, ഗൾഫിലെ ശിക്ഷ പോലെയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ അമ്മയും അപ്പനെയും ദ്രോഹിക്കുന്ന മക്കളെയും ഇപ്പം ശിക്ഷയുണ്ട് കേട്ടോ. അമ്മയും അപ്പനെയൊക്കെ ദ്രോഹിക്കുന്ന മക്കളെയൊക്കെ ശിക്ഷയുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനകത്ത് അത് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്വന്തം ജീവനോട് പോലെ സ്നേഹം, സ്വന്തമായിട്ട് നമുക്ക് നമ്മളോട് ഒരു സ്നേഹമുള്ളവര് മറ്റൊരാളെ ദ്രോഹിക്കാൻ പോകില്ല. അത് അമ്മയല്ല അപ്പനല്ല വെറുതെക്കാരായിക്കോട്ടെ. നമുക്ക് നമ്മളോടൊരു സ്നേഹം വേണം. നമുക്ക് ജയിലിൽ പോയി കിടക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആകണം, നമ്മളെ ചീത്തയാന്ന് ഒരു മനുഷ്യൻ പറയണം, നമ്മളെ മീഡിയയുടെ മുമ്പിലെല്ലാം പന്നയായിട്ട് കാണണം എന്നൊക്കെ നമുക്ക് നമ്മളോട് സ്നേഹം കൊണ്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കുവോ? ചെയ്യല, ഒരിക്കലും ചെയ്തില്ല. പക്ഷെ ബോധമില്ല, അതിന് ബോധമില്ലായി പിന്നെ ഇങ്ങനെയുള്ള ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിനകത്ത് എന്തൊക്കെ ഇവര് കഴിക്കുന്നത്, ഏതൊക്കെയാ കഴിക്കുന്നത് നമുക്കറിയാം. കാണുന്നവര് ഇപ്പം നമ്മളെ അറിയുന്നവരൊക്കെ നമ്മളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളെ കാണുന്നതിന് മുമ്പ് തന്നെ സ്നേഹിച്ചവരാരാ? നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ? ആ അച്ഛനും അമ്മയുടെ നേർക്ക് നമ്മളെ സ്നേഹിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ എന്നെ സ്നേഹിച്ചത് ഞാനൊരു പ്രായം കഴിഞ്ഞപ്പോഴാണ് എന്നെ എല്ലാവർക്കും അറിയാവുന്നത്. ഇത് സുല്ല, ഇത് ഇന്നതാ, ഇത് ഇന്ന കേശവന്റെ മോനല്ല, സരജേച്ചിയുടെ മോനാ, കേശവന്റെ മോനാന്ന് എന്നെ തിരിച്ചറിയാൻ പറ്റിയത് എന്നെ കുറെ കാലം കഴിഞ്ഞു.
എന്നെ ആദ്യം മനസ്സിലാക്കിയത് എൻ്റെ മാതാപിതാക്കൾ. കാണുന്നതിന് മുമ്പേ, കയ്യിലോട്ട് കിട്ടുന്നതിന് നമ്മളെ മുമ്പേ സ്നേഹിക്കാൻ ജനങ്ങൾ അറിയുന്ന മുമ്പേ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മുടെ മാതാപിതാക്കൾ. അവരുടെ നമ്മൾ ഉദരത്തിൽ കിടന്ന് വളരുമ്പം അവരെ തലോടുകയും അവരോട് വർത്തമാനം പറയുകയും ഒക്കെ ചെയ്താലൊക്കെ അന്നേരം അവര് കാണുന്നില്ല. അവര് കാണുന്നില്ല. അവരെ നമ്മളെ അവരതുപോലെ താലോചിച്ച് അങ്ങനെ വരുമ്പോഴത്തേനാണ് നമ്മൾ നല്ല കുഞ്ഞായിട്ട് ജനിക്കുന്നത്. അപ്പോൾ ജനിക്കുമ്പോൾ എല്ലാവരും നല്ല കുഞ്ഞായിട്ട് ജനിക്കുന്നത്. പിന്നെ ഭാവിയിലാണ് ഇവരിങ്ങനെ അങ്ങ് പോകുന്നത്. അതെ, നമുക്ക് ഉപയോഗിച്ച് ഒക്കെ സത്യം അല്ല. പക്ഷെ ഒരുമാതിരി ഒരു ബോധമുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട, ഈ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം ഉള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ കണ്ടവരെ സ്നേഹിക്കുന്നമാതിരിയല്ല, അതിന് മുമ്പേ കണ്ടവരെ കാണുന്നതിന് മുമ്പേ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും താരാട്ടുകയും എല്ലാം ചെയ്തതാണ് അമ്മയും അപ്പനെ. അവരെ കൊല്ലാനുള്ള പൂക്കുന്ന ആ കൈ അവരൊരിക്കലും ഒരു കാലത്തും സ്വന്തം അച്ഛനെ അമ്മേനെ ദ്രോഹിക്കുന്നവർ ഒരു കാലത്തും ശാശ്വതമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പോകുന്നില്ല. അത് തന്നെയല്ല, അവർക്ക് അവരോട് തന്നെ സ്നേഹമില്ലാത്തവരാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അവരുടെ തന്നെ വില അവർ തന്നെ കളയുന്നു, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് ആ ചെറുക്കൻ്റെ ഇത് രാവിലെ ഉണ്ടല്ലോ ചേട്ടായി വന്നത്, ചേട്ടായി ഉള്ളതുകൊണ്ടാണ് ന്യൂസ് വെക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ന്യൂസ് രാവിലെ വൈകൊന്നും ഇല്ല, TV ഓടാക്കിച്ചേ ഇല്ല. ഇപ്പം 2 ദിവസമായിട്ട് TV ഒക്കെ ഓടാക്കുന്നുണ്ട്. അപ്പൊ രാവിലെ വന്ന് ഇന്നത്തെ ആ ന്യൂസ് വെച്ചതേ കണ്ടതാ. അമ്മയെ കൊന്നു, മഞ്ചേശ്വരം 60 വയസ്സുള്ള അമ്മേനെ പെട്രോൾ ഒഴിച്ചു കൊന്നു. എന്നാ നല്ല ഉറക്കത്തിലാണ് ഈശ്വര. എന്തേലും അങ്ങനത്തെ ഉള്ള മൈൻഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഒരു സന്തോഷമുള്ളത്. അതിപ്പോ നമ്മളൊരു ഇത് പാട്ട് തന്നെ ഉണ്ടല്ലോ, താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ പറ്റിയില്ല പോലെ. പൊന്നുമ്മ നൽകിയാലേ ഉണരാറുള്ളൂ, കഥയൊന്നു കേട്ടാലേ ഉറങ്ങാറുള്ളൂ, എന്തേ കൈവിരൽ തുമ്പു പിടിച്ചേ നടക്കാറുള്ളൂ, അവൻ നടക്കാറുള്ളൂ. സത്യം. ആ വരിയൊക്കെ എഴുതിയ അല്ലേ, എത്ര കറക്റ്റായിട്ടുള്ള കാര്യമാണ് സത്യമായിട്ടും. അപ്പം അങ്ങനെയുള്ള കാലത്ത് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പൊന്നുമക്കളുണ്ട്, നല്ല കുഞ്ഞുങ്ങളുണ്ട്. അവരോടൊക്കെ എനിക്ക് ചേട്ടായിക്ക് ഞങ്ങളുടെ ഒരു കൊച്ചറിവിൽ പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ വീഴാതെ, പരീക്ഷണങ്ങളിലൊന്നും വീഴാതെ, അവനവൻ്റെ അമ്മയോടും അപ്പനോടും ഉള്ള സ്നേഹം കൊടുക്കാനേ അവനോട് സ്വന്തമായിട്ട് തന്നെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയല്ലേ ഇംഗ്ലീഷിൽ. അങ്ങനെയുള്ള ഒരു ഇതോടുകൂടി ജീവിച്ചാലുണ്ടല്ലോ ആരെയും ദ്രോഹിക്കാൻ പോകാനൊന്നും നമുക്ക് തോന്നത്തില്ല. സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ പറ്റും, ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായിട്ട് ജീവിക്കാൻ പറ്റും. അതൊക്കെയാണ് മക്കളെ വേണ്ടത്. അതുകൊണ്ട് ആരും ലഹരി ഒന്നും ഉപയോഗിക്കാതിരിക്കുക അല്ലേ. ചേച്ചിക്കുട്ടി വിളിച്ചു കേട്ടോ, എന്നാ കഴിഞ്ഞ ദിവസം ഒരു കുക്കർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തോ അവര് തന്നെ അത് ക്യാൻസലാക്കിയേ. അതാരായിട്ട് മിഷോ അവര് ക്യാൻസലാക്കി. ചിലപ്പോ അവിടെ ഓർഡർ ഇല്ല, സ്റ്റോക്ക് ഇല്ലാണ്ടോ അല്ലെ ഇങ്ങോട്ട് ഇടുക്കിയിലോട്ടൊക്കെ ഉണ്ടോ. അപ്പൊ എന്തോ പ്രശ്നം കൊണ്ട് അത് ഇതാക്കി. അപ്പൊ ഇപ്പൊ എന്നെ വിളിച്ചിട്ട്, അയ്യോ മോനെ അത് ക്യാൻസലാക്കി, പെട്ടെന്ന് എന്റെ ഇതിനകത്ത് അക്കൗണ്ടിൽ പൈസ കയറിയപ്പം ഞാൻ നോക്കി തടി വെച്ച ഒരു കാര്യം ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ഒന്നുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് 30-ാം തീയതി വരും, 26-ാം തീയതി 25-ാം തീയതി വരുമെന്ന് പറഞ്ഞാ. അപ്പം 30-ാം തീയതി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ചേച്ചിക്കും അവിടെ പനിയായിരുന്നു, ഇവിടെ ആങ്ങളയ്ക്കും പനിയാ. എനിക്കും എൻ്റെ ബ്രോയ്ക്കും ഒരുമിച്ചാ പനി. ഞങ്ങളുടെ നല്ല ശുദ്ധ മനസ്സാ. പിന്നെ ഞങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടാതെ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇടയ്ക്ക് വർഷത്തിൽ ഒരു പനി തരുന്നത്. ഞങ്ങൾ നല്ല ദൈവത്തിന് ഇഷ്ടമുള്ളവരാ, ഞങ്ങൾ നല്ല മനുഷ്യരാ എന്ന് പറഞ്ഞു. ഞാനേ ഇപ്പം ഇച്ചിരി പനി കുറഞ്ഞേ, ഇന്നപ്പോൾ ചേട്ടാടെ പനി കുറഞ്ഞു. ഞാൻ ഇച്ചിരി ചോറിടുക, കറി എന്നൊക്കെയായിരുന്നേ കാളൻ ഓലൻ പിന്നെ സുർക്ക കാന്താരി ഇട്ടത്. അപ്പൊ എനിക്ക് എന്താ വിനാഗിരി ഒഴിച്ച് കാന്താരി ഇട്ടത്. പിന്നെ വേറെ എന്നാണ്ട് 1-2 കറിയും കൂടെ പേര് പറഞ്ഞു കേട്ടോ. അതാ പറ്റുള്ളൂ. കാരണം ഈ കാന്താരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പനിസമയത്തെ നമുക്കൊരു സുഖമുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾ മുളക് പൊടിച്ചില്ലേ, മുളക് പൊടിച്ചതിനകത്ത് തന്നെ നല്ലൊരു സുഖമുണ്ട്. ഉള്ളിയും ഇതെല്ലാം കൂടെ, ഉള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്മ്യൂണിറ്റി പവറുള്ള സാധനം ഉള്ളി. അത് എനിക്കറിയാം. ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇടിച്ചു പൊട്ടിക്കണം, കമന്റ് ഇടണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, സന്ധിക്കും വരെ